ശ്യാമയുടെ സ്ഥലമാറ്റം അറിഞ്ഞു. ഇലഞ്ഞിക്കരയ്ക്ക് അല്ലേ? അമ്മയ്ക്കെന്താ അവളെ അവിടെ പറഞ്ഞു വിട്ടേ അടങ്ങുന്നത്ര വാശി? അറിയില്ല. അവളെ കൊണ്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കണമെന്ന് പിടിച്ച പിടിയാലെ നിൽക്കുക അമ്മ. മനസ്സിൽ മറ്റെന്തൊക്കെയോ അമ്മ കണക്കുകൂട്ടി തുടങ്ങിയിരിക്കുന്നു. വീണ് കിട്ടിയ ഈ അവസരം ശരിക്കും ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാ. ബുദ്ധി ഉപദേശിക്കാൻ ഇപ്പോൾ കുട്ടിമാവ് മാത്രമല്ല, അനന്തനമ്മാവനും അമ്മയും തമ്മിൽ തകൃതിയെ ചർച്ച നടക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും. അറിയാലോ, കുഴിബുദ്ധിയില് കുട്ടിമാമയേക്കാൾ കേമന അമ്മാവൻ. നീ എന്ത് തീരുമാനിച്ചു? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഉഷയെ നിന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരുടെയും ചോദ്യം മുഴുവൻ എന്നോടാ. ഞാൻ എന്ത് മറുപടി പറയാനാ? ഇത്തിരിയില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു പെണ്ണിനെ തനിച്ച് ദൂരടുത്തേക്ക് നാട് കടത്തുക, സ്ഥാനക്കയറ്റം, ശമ്പളക്കയറ്റം എന്നൊക്കെ കുറെ ന്യായീകരണം ഉണ്ടാവും. അതുമാത്രമാണോ അമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം? യഥാർത്ഥ കാരണം അതൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയില്ലെന്ന് നടിക്കുക നമ്മൾ, അതല്ലേ സത്യം. ശാന്തമായ മനസ്സിനെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇവിടെ നിനക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കാൻ അവസരമില്ല. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാവണം. നിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ അവൾക്ക് വരുമാനമുണ്ടെങ്കിലും ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും അവൾ പോകാത്തത് നിന്നെ പിരിയാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാ. ഒരു തീരുമാനം എടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ ആ വിചാരം ഉണ്ടാവണം. ഇലഞ്ഞിക്കരയിലേക്ക് ശ്യാമയും കുഞ്ഞും പോവില്ല. ഞാൻ വിടില്ല അവരെ, സത്യം. നല്ലത്. ഈ തീരുമാനം ആത്മാർത്ഥമായിട്ടാണെന്ന് വിശ്വസിക്കാലോ. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കേണ്ട വിഷയമല്ലിത്. ആദ്യം ശശിയുടെ നിലപാടെന്താണെന്നറിയണം. അനുഭവം വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്കെതിരെ ഒരു തീരുമാനമെടുക്കാനുള്ള ചാൻസ് അയാളുടെ ഭാഗത്തുനിന്ന് വളരെ കുറവാ, അല്ലേ? എന്ത് വേണമെന്ന് ഇതുവരെ ഒന്നും തെളിച്ചു പറഞ്ഞിട്ടില്ല ആള്. ശശിയേട്ടനെ അമ്മ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരന് നല്ല ടെൻഷനില്ല. ആ സ്ത്രീ ഇതെന്തു ഭാവിച്ചുള്ള പുറപ്പാടാ? ഇത്തരം ആൾക്കാരെ ഞാൻ സിനിമയിലും നോവലിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. മനസ്സലിവില്ലാതെ പെരുമാറാൻ എങ്ങനെ തോന്നുന്നു? ഒന്നും അല്ലെങ്കിൽ 3 എണ്ണത്തിന് അവരെ പ്രസവിച്ചതല്ലേ? ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. നീ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും സ്വന്തം നിലനിൽപ്പും ആവശ്യങ്ങളുമാ പ്രധാനം. മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാ മതി എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുടെ നാടല്ലേ ഇത്? പറഞ്ഞു കേട്ടിടത്തോളം ആ തള്ളയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ദേ, എന്റെ അഭിപ്രായത്തിലെ ഇതിൽ ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തള്ളയുടെ മനസ്സിലിരിപ്പ് ഇതാണെങ്കിലേ നീ ആ ട്രാൻസ്ഫർ വിട്ടുകളയണം. സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക നല്ലത്. അതെങ്ങനെയാ? നിനക്ക് അതിനുള്ള ധൈര്യമില്ലല്ലോ. വെറുതെ അല്ല പന്ത് തട്ടുന്ന പോലെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്. നീ നല്ല കക്ഷിയാ. ഇത്തിരി സമാധാനം കിട്ടാൻ അത് ഓടി ഇങ്ങോട്ട് വന്നത്. അപ്പൊ നീയും കൂടെ മെക്കിട്ട് കയറുക. സാരല്ല സർ, എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ട് അന്നേച്ചി ദേഷ്യപ്പെടുന്നെന്ന്. നിങ്ങളെ ഉള്ളൂ ഉപദേശിക്കാനും ധൈര്യം തരാനും ഒക്കെ. പിന്നെയുള്ളത് ഉഷേച്ചിയ. ഒരു പരിധി വിട്ട് അവരോടൊന്നും തുറന്നു പറയാൻ കഴിയില്ല. എന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് അവരമ്മയുടെ ബഹളത്തിന് ചെല്ലും. പിന്നെ അതിന്റെ കഷ്ടപ്പാട് കൂടി കാണേണ്ടി വരും. തളരരുത് ശ്യാമേ. തളർന്നു പോയാൽ തകരുന്നത് നിന്റെ ജീവിതമാവും. അത് പാടില്ല. നിന്റെ ഏതൊരു പ്രശ്നത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. സഹപ്രവർത്തകയായിട്ടല്ല, ഒരു ചേട്ടന്റെയും ചേച്ചിയുടെ സ്ഥാനത്ത്. ശ്യാമേ, ശരിയായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ ഒടുവിൽ അതിന് വലിയ പിഴ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും അതിപ്പോൾ ശശിയുടെ ഭാഗത്തു നിന്നായാൽ പോലും താൻ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ശ്യാമേച്ചി പോവാണോ?
ഇറങ്ങട്ടെ, നേരെ ഒരുപാടായി. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. അതോ അവിടെ ചെല്ലുമ്പോ വീണ്ടും കൺഫ്യൂഷൻ ആവോ? ബൈ. പാവം, അതിന്റെ ഒരു തലവിധി. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവമംഗലത്തെ ഒരാളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന്. എന്റെ അടുത്ത ബന്ധു ശ്യാമയാ. ബന്ധം എങ്ങനെ, ഏതു വഴിയിലെന്നൊക്കെ പിന്നീട് പറയാം. തൽക്കാലം താൻ ഈ വണ്ടിയിലോട്ടൊന്ന് കേറാൻ. ഇവിടെയല്ല, പിന്നിൽ. ശ്യാമയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ? ഓക്കെ, ലിവ് ഇറ്റ്. എന്നെ ഭയക്കണ്ട. ഞാൻ തീർത്തും ഒരു നിരുപദ്രവകാരിയാണ്. ശ്യാമ എന്ന കുടുംബിനി സത്യമാണോ? നല്ലവളാണോ? എനിക്കറിയില്ല. ഗുഡ്. ഒന്നും അറിയാത്തവരും എല്ലാം അറിയുന്നവരും തുല്യ ദുഃഖിതരാണെന്ന് എവിടെയോ വായിച്ചറിവുണ്ട്. അറിവൊരു ബാധ്യതയാണോ? ഒരു കണക്കിന് നമ്മൾ ഒന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്നിനു പുറകെ ഒന്നായി തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? എന്തുകൊണ്ടാ തനിക്ക് ഈ അവസ്ഥ നേരിട്ടെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? സാഹചര്യങ്ങൾ, കുടുംബം, ബന്ധുക്കൾ എല്ലാവരും ഇതിനൊക്കെ കാരണക്കാരാണ്. എന്റെ മാത്രം തോന്നലാവാം, ശരിയാവണമെന്നില്ല. ശരിയല്ല. 1% പോലും താൻ പറയുന്നതിൽ ശരിയില്ല. യഥാർത്ഥ ഉത്തരം വളരെ സിമ്പിളാണ്. വിധി. കർമ്മദോഷത്തിന്റെ തലമുറകൾ നീണ്ട പിന്തുടർച്ച. ഇത്രയും പുരോഗമനവാദിയായ ഒരാൾ വിധിയിൽ എന്തിനു വിശ്വസിക്കുന്നു എന്നാവും തന്റെ ഈ ചിരിയുടെ അർത്ഥമല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, അനുഭവങ്ങളുടെ അറിവ് കൂടിപ്പോയാലുള്ള പ്രശ്നം. വിധിയിൽ വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത്തരം അറിവുകളാണ്. ശ്യാമയുടെ പൂർവികരിൽപ്പെട്ട ഒരാൾ ചെയ്ത കൊടിയ പാപത്തിന്റെ ശിക്ഷയാ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർവികരെന്ന് പറഞ്ഞാൽ ഒരുപാട് തലമുറകൾക്ക് മുമ്പെന്ന് അർത്ഥമെടുക്കണ്ട. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെയും ആ കൂട്ടത്തിൽപ്പെടുത്താം. എനിവേ, ഞാൻ ആ പാപത്തിന്റെ ഫലമനുഭവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണ്ണിയും. പ്ലീസ്, എനിക്ക് നിങ്ങളുടെ ഭാഷയും രീതികളും ഒന്നും മനസ്സിലാവുന്നില്ല. താല്പര്യവുമില്ല. എന്നെ വിട്ടേക്കൂ. ഇറങ്ങാൻ. താൻ എനിക്ക് അന്യല്ല. രക്തബന്ധമുള്ളവരാ നമ്മൾ. ഒക്കെ വഴിയെ തനിക്ക് മനസ്സിലാവും. ഗുഡ് ബൈ. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. അപ്പോ അയാൾ പറയുന്നതൊക്കെ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? നിന്റെ ബന്ധുവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് അത് സത്യമാവാനേ വഴിയുള്ളൂ. അതെങ്ങനെ ശരിയാവൂ ചേച്ചി? എത്ര ആലോചിച്ചിട്ടും ഇങ്ങനെ ഒരു ബന്ധുവിന്റെ കാര്യം എന്റെ ഓർമ്മയിലില്ല. എന്തായാലും ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ ശ്യാമേ? ആരെയും തന്റെ ഇടത്തോടെ നേരിടുന്ന തള്ള പോലും അയാളുടെ മുന്നിൽ പഞ്ചപുച്ഛം മടക്കി നിന്നുപോയത് വല്ലാത്തൊരു ശക്തിയാ. ആ നോട്ടത്തിനും വാക്കുകൾക്കും ഒക്കെ. നേരാ. അയാളെ വിളിച്ചപ്പോ എന്തിനാ ഞാൻ ആ വണ്ടി കയറിയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല.
ആരും അനുസരിച്ച് പോകുന്ന ഒരു ശക്തി അയാൾക്കുണ്ട്. ഇനി നിന്റെ ചെറിയച്ഛന്റെ ബന്ധത്തിലെങ്ങാനും ഇങ്ങനെ ഒരാൾ വരാൻ ചാൻസ് ഉണ്ടോ ശ്യാമേ? അറിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഇയാളുടെ വരവോടെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. ഉള്ള സമാധാനം കൂടി നഷ്ടമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനെക്കുറിച്ചൊന്നും തൽക്കാലം ആലോചിക്കാതിരിക്കുന്നതാ ബുദ്ധി. അയാള് പറഞ്ഞതുപോലെ തന്നെ തൽക്കാലം നമുക്ക് ഈ കഥാപാത്രത്തെ അങ്ങ് മറന്നേക്കാം ശ്യാമേ. നീ ഇപ്പൊ ആലോചിക്കേണ്ടത് നിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാ. നിനക്കെതിരായിട്ട് തള്ള എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് ആലോചിക്ക്. എനിക്കൊന്നും അറിയില്ല ഉഷേച്ചി. എല്ലാം ഞാൻ ഈശ്വരന് വിട്ടുകൊടുത്തിരിക്കാം. അവിടുത്തെ തീരുമാനം എന്താണെങ്കിലും നമ്മളൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. ഓഹോ, ഇത് പറയാനാണ് നീ ഇത്രയും വളഞ്ഞു ചുറ്റി വന്നത്. ഭാര്യയുടെ കണ്ണീരിൽ നീ വീണു. അമ്മ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ശരി, ഇക്കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ചില പരിധിയുണ്ട്. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ അമ്മ ഇവിടെ കഴിയുന്നത്. രണ്ടുപേരും കൂടി എന്നെ മണ്ടിയാക്കാനുള്ള പുറപ്പാടാണല്ലേ? കൊള്ളാം, നടക്കട്ടെ. പക്ഷേ വിഡ്ഢിവേഷം അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലെന്ന് ഓർമ്മ വേണം. തീരുമാനം നിന്റെയാണോ അത് അവളുടെയാണോ? ഏതായാലും അമ്മ ആവശ്യപ്പെടുന്നതൊക്കെ നീയും തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ നീയായിട്ടെന്തിനാ അമ്മയുടെ പക്ഷത്ത്, അല്ലേ? അമ്മയെ നിഷേധിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമൊന്നല്ല ഇത്. അനുസരണക്കേട് കാണിച്ചിട്ടുമില്ല. ഒരു അന്യസ്ഥലത്ത് ഭാര്യയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് താമസിക്കാൻ വിടുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? നിന്റെ കുഞ്ഞോ? അതോ അങ്ങനെ നീയും കരുതി തുടങ്ങിയോ? ഈ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ നീയും നിന്റെ ഭാര്യയും കണ്ടുപിടിച്ച ന്യായങ്ങൾ കൊള്ളാം. അന്യസ്ഥലം, കുട്ടിയുമായി ഒറ്റയ്ക്ക് താമസിക്കണം, ഓഫീസിൽ അറിഞ്ഞാലുള്ള നാണക്കേട്, ഇതൊക്കെ ഈ അമ്മയുടെ തന്നെ വേണോടാ? അമ്മ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇക്കാര്യത്തിൽ അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഇതുവരെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ തന്നെ മതി. ട്രാൻസ്ഫർ അവളെ കൊണ്ട് അംഗീകരിപ്പിക്കണം. പറ്റില്ല എന്നാണ് മറുപടിയെങ്കിൽ എന്റെ കൺവെട്ടത്ത് പോലും ഉണ്ടാവരുത് പിന്നെ. പൊയ്ക്കോ. ഉറക്കം വരുന്നില്ലല്ലേ? ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയോ? സാരമില്ല, രാത്രി ഇനിയും ബാക്കിയുണ്ട്. ശരിക്കും ആലോചിക്കേ. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോ അമ്മ എന്നും ഇങ്ങനെയായിരുന്നു. രാത്രി മുഴുവൻ ചിന്തിക്കും. പുലരാറാവുമ്പോഴേക്കും വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തും. ഇന്നും അങ്ങനെ തന്നെ അവസ്ഥ. ഒരുപാട് ചിന്തിച്ചപ്പോ ഒരു ഉത്തരം കിട്ടി. തീരുമാനം അമ്മ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. നിനക്ക് കൂടി ഒരു ഉത്തരം കിട്ടും വരെ ഞാൻ കാത്തിരിക്കാം. അപ്പോ രാവിലെ തന്നെ കാണണം. കൃത്യം 8 മണിക്ക് നീ മുറിയിലുണ്ടാവണം. അവിടെ വെച്ച് നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. പൊയ്ക്കോ, പൊയ്ക്കോടാ. അമ്മ കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കും. എനിക്ക് എന്നോട് തന്നെ ചിലത് സംസാരിക്കാനുണ്ട്. നീ ചെല്ല്.
ശശിയാണോ? അതെ. രാത്രിയിൽ നിനക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. ഉറക്കമുളച്ചതിന് ഫലമുണ്ടായോ? എന്തായി തീരുമാനം? ഒരുപാട് ആലോചിച്ചിട്ടും എനിക്കിപ്പോഴും അമ്മ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അവളെയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് എങ്ങനെയാ? നല്ലത്. ഭാര്യയ്ക്ക് മുന്നിൽ പെറ്റമ്മയുടെ സ്ഥാനവും ആഗ്രഹങ്ങളും എത്രത്തോളം ചെറുതായിരിക്കുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. സാരല്ല, ഇനി എന്റെ തീരുമാനം അറിയണ്ടേ മോന്? അത് നിനക്ക് കാണണ്ടേ? മോൻ ഈ ജനാലക്കരികിൽ വാ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ചെന്ന് നിൽക്ക്. അമ്മയുടെ തീരുമാനം അറിയണ്ടേ നിനക്ക്? ശാസ്ത്രീയമായി തന്നെ തുടങ്ങാം. എന്താ? മണിക്കതിർ